ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ പ്രതിക്കൂട്ടിലാക്കി സിഐയുടെ ആത്മഹത്യാക്കുറിപ്പ്. 2 ആഴ്ച മുൻപ് ചെർപ്പുളശ്ശേരിയിൽ ആത്മഹത്യ ചെയ്ത സിഐ ബിനു തോമസിന്റെ 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിലാണ് ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഗുരുതര ആരോപണമുള്ളത്. അനാശാസ കേസിൽപ്പെട്ട യുവതിയെ ഉമേഷ് വീട്ടിലെത്തി പീഡിപ്പിച്ചുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഡിവൈഎസ്പിക്കെതിരെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. എന്തൊക്കെയാണ് ഉള്ളടക്കം? ആര്യ, ഇക്കഴിഞ്ഞ 15-നാണ് ചെർപ്പുളശ്ശേരി CI ആയിരുന്ന ബിനു തോമസ് ക്വാർട്ടേഴ്സിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് ബിനു തോമസിന്റെ മുറിയിൽ നിന്നും 32 പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തിരുന്നു. ഈ ആത്മഹത്യാക്കുറിപ്പിലാണ് ഇപ്പോൾ ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉള്ളത്. 2014-ൽ വടക്കഞ്ചേരി CI ആയിരുന്ന കാലത്ത് ഈ ഡിവൈഎസ്പി അനാശാസ കേസിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നും അതിനുശേഷം പിന്നീട് ഈ വിഷയത്തിൽ തന്നെ ഉൾപ്പെടെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഏതായാലും ഈ ആത്മഹത്യാക്കുറിപ്പും ബിനു തോമസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ടും നിലവിലെ മണ്ണാർക്കാട് ഡിവൈഎസ്പി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ പോലീസിൽ നടന്നു വരികയാണ്. ഏതായാലും ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഗുരുതരമായിട്ടുള്ള പരാമർശമുള്ള ഈ ഡിവൈഎസ്പിക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു സംഭവം നടക്കുന്നത് 2014-ലാണ്. 2014-ലാണ് ഈ മേലുദ്യോഗസ്ഥനായിട്ടുള്ള ഈ പറയുന്ന ഉമേഷ് താൻ SA ആയിരുന്ന കാലത്ത് ഇത്തരത്തിൽ അനാശാസ്യ കേസിൽപ്പെട്ടിട്ടുള്ള ഈ യുവതിയെ അവരുടെ കൽമണ്ഡപത്തുള്ള വീട്ടിൽ എത്തിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഏതായാലും ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടപടികളും പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടുവരികയാണ്. ഇക്ബാൽ, ഈ 2014-ൽ നടന്ന കേസെന്ന് പറയുമ്പോൾ ഇത്രയും വർഷം ഈ ഡിവൈഎസ്പി ഈ CI ബിനുവിനെ ഈ കേസിന്റെ പേരിൽ മാനസികമായി സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു. നിലവിൽ ബിനു തോമസ് മരണപ്പെടുന്ന സമയത്ത് എന്താണ് യഥാർത്ഥത്തിൽ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഈ ആത്മഹത്യാക്കുറിപ്പ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ പരാമർശങ്ങൾ കണ്ടെത്തുന്നത്. ഏതായാലും ഈ ആത്മഹത്യാക്കുറിപ്പിലെ ഈ പരാമർശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടക്കും. അതിൽ കൃത്യമായി തന്നെ ഈ യുവതിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പല സമയത്തും തന്നെ ഈ മേലുദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ആ ആത്മഹത്യാക്കുറിപ്പിൽ ബിനു തോമസ് എഴുതിയിരുന്നു. എന്തായാലും ഇനി ഈ ഡിവൈഎസ്പിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്.